കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അവർ പറഞ്ഞു. ഈ ഭാഗം നമുക്കറിയാം. ഫിലിപ്പിൻ കാരാഗ്രഹത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസും ശീലാസും കിടക്കുന്ന സമയത്ത് ദൈവം അവിടെ ഒരു വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്, അല്ലേ? ഇവർ കാരാഗ്രഹത്തിനകത്ത് കൈകളും കാലുകളും ചങ്ങലയിലും ആമത്തിലുമൊക്കെ പൂട്ടപ്പെട്ട് കിടക്കുമ്പോഴും അവർ ദൈവത്തെ പാടി സ്തുതിപ്പാൻ കാണിച്ച ആ ഒരു വിശ്വാസ പ്രഖ്യാപനം, അതിലൂടെ ദൈവം ഒരു വലിയ വിടുതലയച്ചു. അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവരുടെ നിന്ന് മാത്രമല്ല, ആ കാരാഗ്രഹത്തിനകത്തുണ്ടായിരുന്ന മുഴുവൻ അടിസ്ഥാനവും കുലുങ്ങി, അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പോൾ കാരാഗ്രഹത്തിനകത്തുള്ള ജയിൽ പുള്ളികൾ പുറത്തു പോകും, അല്ലെങ്കിൽ രക്ഷപ്പെടുമെന്ന് പേടിച്ചിട്ട് ആ കാരാഗ്രഹത്തിൻ്റെ പ്രമാണി തന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നൊരു മേഖലയുണ്ട്. അപ്പോഴാ പൗലോസും ശീലാസും പറയുന്നത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, നീ നിന്നെ തന്നെ കൊല്ലേണ്ട എന്ന് പറയുന്ന സമയത്ത് ഈ കാരാഗ്രഹ പ്രമാണി പറയുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു ചോദ്യമാണ്, അല്ലേ? രക്ഷയ്ക്ക് എന്താണ് മാർഗം? ഇന്ന് പല മേഖലകളിലും രക്ഷയ്ക്ക് പല വഴികൾ ഈ മനുഷ്യൻ തേടുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അത് മനുഷ്യൻ ഉണ്ടാക്കി വെച്ച സ്തോത്ര വിഗ്രഹങ്ങളുടെ പുറകിലേക്കോ ഇല്ലെങ്കിൽ സ്തോത്രം മറ്റ് മേഖലകൾ, ഒരു മലയിൽ ചെന്നാൽ രക്ഷ കിട്ടുമെന്ന് ചിന്തിച്ച് അതിൻ്റെ പിറകെ പോകുന്നവരുണ്ട്, മലകളുടെ പിറകിൽ പോകുന്നവരുണ്ട്, പുണ്യസ്ഥലങ്ങളുടെ പിറകിൽ പോകുന്നവരുണ്ട്. അല്ല, സ്തോത്രം ആ പള്ളിയിൽ ചെന്നാൽ മോക്ഷം കിട്ടും, രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോയാൽ കിട്ടുമോ? ഇല്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ രക്ഷയ്ക്ക്. അതാണ് ഇവിടെ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പള്ളിയിൽ പോയ രക്ഷ കിട്ടുമോ? മലയിൽ പോയ രക്ഷ കിട്ടുമോ? പുണ്യസ്ഥലങ്ങളിൽ പോയ രക്ഷ കിട്ടുമോ? ഒന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും ഇപ്പോൾ ശരീരത്തിൽ മുറിവ് വരുത്തിയത് കൊണ്ടോ തല മൊട്ടയടിച്ചത് കൊണ്ടോ രക്ഷ കിട്ടുമോ? ഒരിക്കലുമില്ല. രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. അതാണ് പൗലോസും ശീലാസും പറഞ്ഞത്. രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷയ്ക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു കർത്താവിൽ വിശ്വസിക്കുക മാത്രമാണ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിനകത്തും ഒരു വലിയ രക്ഷ കർത്താവ് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരുത്തും. അടുത്ത വാക്യങ്ങളിലോട്ടെല്ലാം താഴോട്ട് വരുന്ന സമയത്ത് അവർ രക്ഷിക്കപ്പെടുന്നു, അവർ സ്നാനപ്പെടുന്ന മേഖലകളുണ്ട്. അതിൽ മാത്രമല്ല, സ്തോത്രം, അതിൻ്റെ 34-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അവർ വീട്ടിൽ കൈക്കൊണ്ട് അവർ ഭക്ഷണം കടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ ആ വീടടക്കം ആനന്ദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതുവരെ ആ കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിനകത്തില്ലാതിരുന്ന ഒരു സന്തോഷം അന്നു മുതൽ അവരുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി, അല്ലേ? അപ്പോൾ അതുകൊണ്ട് സന്തോഷം വേണമോ, ആനന്ദം വേണമോ, ദൈവിക കൃപ അനുഭവിക്കണമോ, ഒറ്റ കാര്യം ചെയ്താൽ മതി: യേശു കർത്താവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിലൂടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ നന്മകൾ, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സമാധാനം ഒക്കെ നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആവർത്തിക്കുന്നു: യേശുവിൽ വിശ്വസിക്കുക. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാൽ കർത്താവ് നിറച്ച് അത്ഭുതം ചെയ്യും. വിടുതലോടെ കാക്കും, കൃപ കൂടെയിരിക്കും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.